അങ്ങനത്തെ കറക്ഷൻ അല്ല. അയ്യോ അദ്ദേഹത്തിന്റെ അഭിനയത്തിലൊന്നും അങ്ങനെയൊന്നും അല്ല. ഇതൊരു ചുമ്മാ സംസാരിച്ച ശരിക്കും ഈ കമലദളം ചെയ്യേണ്ട സമയത്ത് ഹി ആസ്ക്ഡ് മീ ഇങ്ങനെ മോനിഷയുടെ റോള് ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് പരീക്ഷ അങ്ങനെ എന്തൊക്കെ ആയിട്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഫസ്റ്റ് ചെന്ന ദിവസം തന്നെ പറഞ്ഞു ഞാൻ കമലദളത്തിന് വിളിച്ചതാണ് വന്നില്ല. ചുമ്മാ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഹാവ് ട്രൈഡ് എ ലോട്ട്. അപ്പൊ അങ്ങനെയൊക്കെ തമാശയൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടനടുത്ത് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു മുദ്രയുണ്ട്, അതായത് നമ്മൾ ഈ എന്തായാലും ഇപ്പം പറഞ്ഞു തരാനാണെങ്കിൽ കാന്തൻ നമ്മളൊരു കാമുകൻ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ നാഥൻ എന്നൊക്കെ പറയുന്ന ഒരു മുദ്രയാണ് ഇങ്ങനെ നമ്മള് മൂന്നാടത്തിൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. കമലദളത്തിന്റെ പോസ്റ്റർ അടിച്ചു വന്നു, അപ്പൊ തിരിഞ്ഞുപോയി, ഇങ്ങോട്ടായി പോയി. പോസ്റ്ററില് അതിന്റെ നെഗറ്റീവ് മിറർ ഇമേജ് ആയി പോയി. അപ്പം പോസ്റ്ററിൽ വരുമ്പോ എല്ലാം ലെഫ്റ്റിലേക്ക് വരും. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ അത് ശരിയല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ. ഇല്ല എന്തു ചോ അത് കറക്റ്റ് ആയിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ അത് കറക്റ്റ് അല്ല. ഞങ്ങൾക്ക് അവസാനം വാദപ്രതിവാദം ചർച്ച പോലെ അല്ല, പുസ്തകമൊന്നും അല്ല കേട്ടോ. അപ്പം അവസാനം അദ്ദേഹം എവിടേക്കോ വിളിച്ച് നോക്കിയപ്പോഴത്തേക്കും കറക്റ്റ് ഇതാണ്, ഇങ്ങനെയാണ് അത് മുദ്ര ഇങ്ങോട്ടായി പോയി. അപ്പം ശരിയാണ് സംഭവിച്ചു. ഈ കമലദളം എന്ന് പറഞ്ഞ സിനിമ ഒരു സാധാരണ ഒരു ആർട്ടിസ്റ്റിനാണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. അത് പിന്നീട് അതിന് ആ സിനിമ കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും, ഒരു ബേസിക്കലി ഒരു ഡാൻസ് പഠിക്കാത്ത ഒരാൾ അതിൽ അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും ലെജൻഡ് ആയവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹം അത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ബിന്ദുജ പറഞ്ഞ പോലെ കമലദളത്തിൽ ആദ്യം ബിന്ദുജനെ വിളിച്ചു എന്ന് പറയണു. പക്ഷെ നമുക്കിന്നും ആ ഒരു മോനിഷയുടെ ഒരു കഥാപാത്രം, മാളവിക എന്ന കഥാപാത്രം നമുക്കൊരാളെ റീപ്ലേസ് ചെയ്തിട്ട് നോക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നമ്മുടെ രീതിയിൽ മോനിഷ അല്ലാണ്ട് വേറെ ആരും അതിന് ആപ്റ്റ് അല്ലാന്ന് ഇന്ന് തോന്നും. ചിലപ്പോൾ അന്ന് അത് ബിന്ദുജ ചെയ്തെങ്കിൽ നമുക്ക് ബിന്ദുജനെ മാറ്റി വേറെ ആരും ആ സ്ഥാനത്ത് വെക്കാൻ പറ്റില്ല എന്ന് വരും. എന്റെ ഫേവറേറ്റ് സീനായിരുന്നു അതിലെ ആ സായന്തനം എന്ന് പറഞ്ഞ ആ പാട്ട്. ആ പാട്ടിനോട് എനിക്ക് വലിയൊരു ഇന്റിമസി ഇല്ല. പക്ഷെ ലാസ്റ്റ് മോഹൻലാൽ മരിച്ചിട്ട് പാർവതി ഇങ്ങനെ വരാൻ പറയുമ്പോൾ ഒരു പാട്ട് വെക്കുന്നുണ്ട്. ആ സീനായിരുന്നു എന്റെ ഏറ്റവും ഫേവറേറ്റ് ആ മൂവിയിലെ. ജിഞ്ചർ മീഡിയ എന്ന ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് നമ്മുടെ ബിന്ദുജ മേനോൻ ഈ കഥകളൊക്കെ പറഞ്ഞു കേട്ടോ. ഫുൾ വീഡിയോ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്.